PSG ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, അത് ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, അതും ശരിയാണ്. വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം, അത് തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം, അതും ശരിയാണ്. ഇതിൽ ശരിയായത് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. രണ്ടാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. 1 കാൺപൂർ. കാൺപൂരിൽ നാനാ സാഹിബാണ്. ബീഹാർ കൻവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിബായ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1 ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 3 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. 1 മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, അത് ശരിയാണ്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, അതും ശരിയാണ്. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. 1 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ബോസ്റ്റൺ ടീ പാർട്ടി 1773 പാരീസ് ഉടമ്പടി 1783 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 കാലഗണന അനുസരിച്ച് ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ആദ്യം ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നീട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി. ആറാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. പത്താമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് കണ്ടെത്തുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ പാലക്കാട്, ഇടുക്കി. 12ാമത്തെ ചോദ്യം, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്?
2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഫിൻലാൻഡ്. 13ാമത് ചോദ്യം, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ എന്താണ് പറയുന്നത്? തന്നിരിക്കുന്നത് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. ഉത്തരം ആഗോളവൽക്കരണമാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2 മാത്രം. 14ാമത്തെ ചോദ്യം, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം ഓപ്ഷൻ ബി PC മഹലനോബിസ്. 15ാമത്തെ ചോദ്യം, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി. 16ാമത്തെ ചോദ്യം, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി പെട്രോളിയം. 17ാമത്തെ ചോദ്യം, സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? സ്റ്റോക്ക് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സെബി. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം. 19ാമത്തെ ചോദ്യം, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി. 20ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഉത്തരം ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ്. 21ാമത് ചോദ്യം, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. 22ാമത് ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ. 23ാമത് ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ. 24ാമത് ചോദ്യം, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. 25ാമത് ചോദ്യം, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥയെ അവതരിപ്പിച്ചത്? തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക അറ്റോമിക വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി മിഷണറി ഓഫ് റെപ്രസെന്റേഷൻ. 26ാമത് ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 2023 സെപ്റ്റംബർ 28. 27ാമത് ചോദ്യം, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ്
പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഉത്തരം ഓപ്ഷൻ ബി CISF. 28ാമത് ചോദ്യം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നവജീവൻ. 29ാമത് ചോദ്യം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ 22 രൂപ. 30ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായാണ് ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷാ ദൈവസഭ. 31ാമത് ചോദ്യം. ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ. 32ാമത് ചോദ്യം. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 33ാമത് ചോദ്യം. ഗ്രാമപഞ്ചായത്തുകൾ ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 243H. 34ാമത് ചോദ്യം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യ കിരണം. 35ാമത്തെ ചോദ്യം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതെല്ലാം ജില്ലകളിലായിട്ടാണ്? പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി പത്തനംതിട്ട. 36ാമത്തെ ചോദ്യം. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ? രോഗം നിശാന്തത. കാരണം വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. അത് ശരിയാണ്. സീറോഫ്താൽമിയ അക്വസ് ദ്രവത്തിന്റെ നടക്കാത്തതിനാൽ കണ്ണുകളിൽ മർദ്ദം കൂടുന്നു. അത് തെറ്റാണ്. അത് ഗ്ലോക്കോമയ്ക്കാണ് ഉത്തരം വരുന്നത്. ഗ്ലോക്കോമ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. അത് ഗ്ലൂക്കോമയല്ല, സീറോഫ്താൽമിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നു മാത്രമാണ് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുമ്പ്. 38ാമത്തെ ചോദ്യം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ. 39ാമത്തെ ചോദ്യം. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 40ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്? തന്നിരിക്കുന്നത് എംഫിസിമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ. 41ാമത് ചോദ്യം. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വായു മലിനീകരണം നിയന്ത്രിക്കുന്നതായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, BS6 ഭാരത് സ്റ്റേജ് 6. 42ാമത്തെ ചോദ്യം, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി എന്താകും? താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 43ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, W = പവർ ഇൻറ്റു ടൈം. അതായത് പ്രവൃത്തി = പവർ ഇൻറ്റു ടൈം. 44ാമത്തെ ചോദ്യം, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ എ, അമേരിക്ക. 45ാമത്തെ ചോദ്യം, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, രണ്ടും ഒരുമിച്ചായിരിക്കും എത്തുക. 46ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, റിതു കരിതാൾ. 47ാമത്തെ ചോദ്യം, അനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, അലുമിനിയം. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? താഴെ പറയുന്ന ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, pH < 5.5. 49ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, അതും ശരിയാണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു, അത് തെറ്റാണ്. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു, അതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 50ാമത്തെ ചോദ്യം, ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏതാണ്? ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, O2, O3 ആൻഡ് O4. 51ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ബ്രോമിൻ. 52ാമത്തെ ചോദ്യം, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കൊടിയേറ്റം. 53ാമത്തെ ചോദ്യം, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സാഹിത്യ വിമർശനം. 54ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടന്നത് ഏത് നദിയുടെ തീരത്താണ്? പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഓപ്ഷൻ എ, പമ്പ നദി. 55ാമത്തെ ചോദ്യം, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, ടെന്നീസ്. 56ാമത്തെ ചോദ്യം, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി, പ്രഭാവർമ്മ. 57ാമത്തെ ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഹിമപ്പുലി. 58ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം, ആരുടെ വരികളാണിത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, ആരുടെ വാക്കുകളാണ് ഇത്?
ഉത്തരം ഓപ്ഷൻ സി കുമാരനാശാൻ. 59ാമത് ചോദ്യം, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി മാക് OS X. 60ാമത് ചോദ്യം, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സഫാരി. 61ാമത് ചോദ്യം, പ്രോമിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പ്രോമിൻ്റെ പൂർണ്ണരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. 62ാമത് ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2008. 63ാമത് ചോദ്യം, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് കൂടിയ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, കൂടിയ ചിലവായിരിക്കും, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. അത് തെറ്റാണ്. നൺ ഓഫ് ദീസ്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 64ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. 65ാമത് ചോദ്യം, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ബി 46 വകുപ്പുകൾ. 66ാമത് ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി എന്നതാണ് കുട്ടിയുടെ നിർവചനം. 67ാമത് ചോദ്യം, SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമനിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഏത് വർഷമാണ്? SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമനിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1989. 68ാമത് ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. അതാണ് തെറ്റായിട്ടുള്ളത്. 69ാമത് ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി കബനി. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മി ബായ്. മൂന്നാമത്തെ ചോദ്യം, വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ദ്വിതീയ മേഖല. നാലാമത്തെ ചോദ്യം, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദം. അഞ്ചാമത്തെ ചോദ്യം, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി. ആറാമത്തെ ചോദ്യം, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ. ഏഴാമത്തെ ചോദ്യം, ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ.
എട്ടാമത്തെ ചോദ്യം, പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കൊങ്കൺ തീരം. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, 2015 ജനുവരി 1. പത്താമത്തെ ചോദ്യം, നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വിജയനഗര സാമ്രാജ്യം. 11ാമത് ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തെക്ക് വടക്ക്. 12ാമത് ചോദ്യം, ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഉപയോഗം. 13ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹരിത വിപ്ലവം. 14ാമത് ചോദ്യം, ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം ഓപ്ഷൻ സി, 2403 അടി. 15ാമത് ചോദ്യം, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലോക്പാൽ. 16ാമത് ചോദ്യം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഖരം. 17ാമത് ചോദ്യം, പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2012. 18ാമത് ചോദ്യം, ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആസാം. 19ാമത് ചോദ്യം, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജാതിക്കുമ്മി. 20ാമത് ചോദ്യം, 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 21ാമത് ചോദ്യം, പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഏവ? പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഉത്തരം ഓപ്ഷൻ സി, സാർക്കോമിയർ. 22ാമത് ചോദ്യം, യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തൈമോസിൻ. 23ാമത് ചോദ്യം, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു എന്താണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഉത്തരം ഓപ്ഷൻ ഡി, യൂറിക് ആസിഡ്. 24ാമത് ചോദ്യം, ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാർൽ ലിനേയസ്. 25ാമത് ചോദ്യം, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഏവ? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ. 26ാമത് ചോദ്യം, മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം ഓപ്ഷൻ എ, യഥാർത്ഥം തലതിരിഞ്ഞത്. 27ാമത് ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഫെർമി.
28ാമത് ചോദ്യം ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഉത്തരം ഓപ്ഷൻ സി പാസ്കൽ നിയമം. 29ാമത് ചോദ്യം സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം. 30ാമത് ചോദ്യം ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? തന്നിരിക്കുന്നത് മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ. ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 31ാമത് ചോദ്യം ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കീബോർഡ്. 32ാമത് ചോദ്യം താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റാം, റാൻഡം ആക്സസ് മെമ്മറി. 33ാമത് ചോദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ. 34ാമത് ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ്. 35ാമത് ചോദ്യം താഴെ പറയുന്നവയിൽ URLന് പൂർണ്ണരൂപം എന്താണ്? താഴെ പറയുന്നവയിൽ URLൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 36ാമത് ചോദ്യം ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർ. 37ാമത് ചോദ്യം ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവട് ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയിൽ ചുവട് ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടും? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. 38ാമത് ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. 39ാമത് ചോദ്യം സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. 40ാമത് ചോദ്യം 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ സി 7ാം ഭേദഗതിയിലൂടെ. 41ാമത് ചോദ്യം സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇ മുഹമ്മദ്. 42ാമത് ചോദ്യം 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ എ PV സിന്ധു. 43ാമത് ചോദ്യം ഇൻകുലാബിൻ്റെ മക്കളി എന്ന നാടകം രചിച്ചത് ആരാണ്? ഇൻകുലാബിൻ്റെ മക്കളി എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി PJ ആൻ്റണി. 44ാമത് ചോദ്യം 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ന്യൂസിലാൻഡ്. 45ാമത് ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ഉത്തരം ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. 46ാമത് ചോദ്യം 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക. 47ാമത് ചോദ്യം കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം
ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. 48ാമത്തെ ചോദ്യം, എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 2019 എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 17ാമത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 18ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 49ാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി വിക്രം. 50ാമത് ചോദ്യം, 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കെ രാജു. 51ാമത് ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 വൈകുണ്ഠ സ്വാമികൾ അഖിലത്തിരുട്ട്, അതും ശരിയാണ്. വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം, അത് തെറ്റാണ്. വിവേകാനന്ദ സന്ദേശം ആഗമാനന്ദനാണ് എഴുതിയത്. ചവറ കുര്യാക്കോസ് ഏലിയാസ് അനുതാപം, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 52ാമത് ചോദ്യം, കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 മാതൃഭൂമി KP കേശവമേനോൻ, അത് ശരിയാണ്. 2 കേരള കൗമുദി CP കുഞ്ഞുരാമൻ എന്നാണ് തന്നിട്ടുള്ളത്. CV കുഞ്ഞിരാമനാണ് കേരള കൗമുദി. 3 അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാനാണ് സ്ഥാപകൻ. ഓപ്ഷൻ തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. 53ാമത് ചോദ്യം, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 ഋതുമതി പ്രേംജി, അത് ശരിയാണ്. 2 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, അതും ശരിയാണ്. പാട്ടബാക്കി എന്നത് K ദാമോദരനാണ് എഴുതിയത്. ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 54ാമത്തെ ചോദ്യം, നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ, അത് തെറ്റാണ്. കാരാട്ട് ഗോവിന്ദ മേനോനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. 2 തൈക്കാടയ്യ സുബ്ബരായർ, അത് ശരിയാണ്. ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 55ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൽ നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം TK മാധവൻ, KP കേശവമേനോൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 56ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്, അത് തെറ്റാണ്. ഗാന്ധിജിയാണ് പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. 3 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 57ാമത്തെ ചോദ്യം, മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി, അതും ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും, അത് തെറ്റാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ. കണ്ണീരും കിനാവും എന്ന ആത്മകഥ VT ഭട്ടതിരിപ്പാടിൻ്റേതാണ്. 58ാമത്തെ ചോദ്യം, EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്നത് PK ബാലകൃഷ്ണൻ്റെ കൃതിയാണ്. 1.25 കോടി മലയാളികൾ,
കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത് EMS നമ്പൂതിരിപ്പാട് എഴുതിയതാണ്. ഇതിൽ പെടാത്തതാണ് ചോദിച്ചത്, ഒന്ന് മാത്രമാണ് വരുന്നത്, ഓപ്ഷനിൽ ഇല്ല. 59ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. അത് ശരിയാണ്. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ D ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 60ാമത്തെ ചോദ്യം, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. ഉത്തരം ഓപ്ഷൻ B. 61ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ C, ഇനാമൽ. 62ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? സ്കോർബിക് ആസിഡും ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നില്ല. 63ാമത്തെ ചോദ്യം, രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രോഗം? ഉത്തരം ഓപ്ഷൻ D, ഹീമോഫീലിയ. 64ാമത്തെ ചോദ്യം, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ A, ആർദ്രം പദ്ധതി. 65ാമത്തെ ചോദ്യം, കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ D, ജീവകം A. 66ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. അത് തെറ്റാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. അത് ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. അത് തെറ്റാണ്. കാസർഗോഡാണ് വരേണ്ടത്. കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ C ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 67ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഉത്തരം പവിത്ര, അന്നപൂർണ. ഉത്തരം ഓപ്ഷൻ D. 68ാമത്തെ ചോദ്യം, മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ഡയേറിയ, ടൈഫോയിഡ്, എയ്ഡ്സ്, കോളറ. ഡയേറിയ, ടൈഫോയിഡ്, കോളറയാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ D. എയ്ഡ്സ് പകരുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയാണ്. 69ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ A ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. 70ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അത് ശരിയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അതും ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ്, വന്യജീവി സങ്കേതമല്ല. നെയ്യാർ ദേശീയോദ്യാനമല്ല, വന്യജീവി സങ്കേതമാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ B ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 71ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? സംയുക്തങ്ങളും സംയുക്തത്തിലെ ആറ്റങ്ങളും തന്നിരിക്കുന്നു. അലക്കുകാരം, സോഡിയം, കാർബൺ, ഓക്സിജൻ. അത് ശരിയാണ്. വിറ്റാമിൻ C, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. അത് തെറ്റാണ്. പഞ്ചസാര, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ, ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ B ആണ് വരുന്നത് തെറ്റായ ജോഡി.
72ാമത് ചോദ്യം, അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഗ്നീഷ്യം. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുന്ന ലോഹങ്ങൾ ഇരുമ്പ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. 73ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ജെർമേനിയം, സിലിക്കൺ, ആർസനിക്. ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം എന്നിവയൊക്കെയാണ്. 74ാമത് ചോദ്യം, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. 75ാമത്തെ ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് 1, 3. അതായത് രാസവളങ്ങളുടെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. 76ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ആ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 15 സെൻറ്റിമീറ്റർ. അത് പകുതിയായിരിക്കും. 77ാമത്തെ ചോദ്യം, എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ഉത്തരം ഓപ്ഷൻ എ ദൂരം. 78ാമത്തെ ചോദ്യം, 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. അത് ശരിയാണ്. 2, വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അതും ശരിയാണ്. സോണാറിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അത് തെറ്റാണ്. അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 79ാമത്തെ ചോദ്യം, നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? 1, ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, അതും നെഗറ്റീവാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം. 80ാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 6 മീറ്റർ/സെക്കൻഡ്². അതായത് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. വെലോസിറ്റി 30ഉം ടൈം 5ഉമാണ്. അപ്പം 30/5. ഉത്തരം 6 മീറ്റർ/സെക്കൻഡ്² ആണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.